പാകിസ്ഥാൻ വ്യോമസേനയുടെ കരുത്താണ് F-16. 1980കളുടെ തുടക്കത്തിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ നൽകുന്ന സഹായത്തിനു പകരമായി അമേരിക്കയാണ് പാകിസ്ഥാന് F-16 വിമാനങ്ങൾ നൽകിയത്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആക്രമണം നടത്തിയതും ഇതേ F-16 ഉപയോഗിച്ചാണ്. F-16 സൂപ്പർസോണിക് യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ടതായി ഉന്നത സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പാകിസ്ഥാന്റെ F-16 ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു മികച്ച എതിരാളിയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് Mk2 യുദ്ധവിമാനങ്ങൾ. ഫയർ പവർ കപ്പാസിറ്റിയിൽ F-16 ആണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ തേജസ് Mk2 അതിന്റെ മികച്ച വഴക്കവും അഡ്വാൻസ്ഡ് റഡാർ സംവിധാനവും കൊണ്ട് മികവുള്ളതാകുന്നു. ആദ്യമായി പാകിസ്ഥാന്റെ യുദ്ധക്കഴുകനായ F-16 വിശദമായി ഒന്ന് പരിശോധിക്കാം. ലോകത്ത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പോർ വിമാനങ്ങളിലൊന്നാണ് F-16 ഫൈറ്റിംഗ് ഫാൽക്കൺ. യുഎസിന് പുറമെ 25 രാജ്യങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. 1978 ഓഗസ്റ്റ് 17 നിർമ്മാണം ആരംഭിച്ച F-16 2018 ജൂൺ വരെ 4606 വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. 1983 F-16 പാകിസ്ഥാൻ വ്യോമസേനയുടെ ഭാഗമായത്. 1986 സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച വിമാനങ്ങളെ വെടിവെച്ചിടാൻ പാകിസ്ഥാൻ എയർഫോഴ്സ് ഉപയോഗിച്ചതും ഈ വിമാനമായിരുന്നു. ഭാരം കുറഞ്ഞ അത്യാധുനിക സംവിധാനങ്ങളുള്ള പോർ വിമാനമായാണ് ജനറൽ ഡൈനാമിക്സ് ഇതിനെ വികസിപ്പിച്ചെടുത്തത്. പിന്നീട് ഓരോ അവസരത്തിലും പുതിയ സംവിധാനങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. എല്ലാ കാലാവസ്ഥയിലും രാത്രിയിലും പകലും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതാണ് F-16 വലിയ പ്രത്യേകത. ആക്രമണങ്ങൾ നടത്തുന്നതിനും പ്രതിരോധം തീർക്കുന്നതിനും F-16 വിമാനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. 1999 കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാൻ അതിർത്തിയിൽ റോന്ത് ചുറ്റാൻ PAF F-16S ഉപയോഗിച്ചിരുന്നു. ഒരാൾക്ക് പറത്താവുന്ന വിമാനത്തിന്റെ നീളം ഏകദേശം 49 അടിയാണ്. 9.96 ലിറ്റർ വിങ് സ്പാനും 4.88 മീറ്റർ ഉയരവും 8570 കിലോഗ്രാം ഭാരവും 16 അടി ഉയരവുമുണ്ട് F-16. ഇതിന് വഹിക്കാവുന്ന പരമാവധി ഭാരം 12,000 കിലോഗ്രാമാണ്. മണിക്കൂറിൽ 2120 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനും ഈ ഫൈറ്റർ ജെറ്റിന് സാധിക്കും. ജനറൽ ഡൈനാമിക്സും ലോക്ക്ഹീഡ് മാർട്ടിനുമാണ് ഈ വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. 20 mm തോക്കുകൾ, റോക്കറ്റുകൾ, ബോംബുകൾ, എയർ ടു എയർ, എയർ ടു സർഫസ് മിസൈലുകൾ എന്നിവയുണ്ട് ഈ വിമാനത്തിൽ. 50,000 അടി ഉയരത്തിൽ വരെ F-16 പറന്നുയരാൻ സാധിക്കും. ഇത്രയും മിടുക്കനായ F-16 പോലും നിലം പരിശാക്കാൻ കെൽപ്പുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്കുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് തേജസ് Mk2. തേജസ് Mk1, തേജസ് Mk1A എന്നിവയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ പതിപ്പാണ് തേജസ് Mk2. ഫ്രാൻസിൽ നിന്നും ഇന്ത്യ വാങ്ങിയ റഫാലിനേക്കാൾ മികവുറ്റതാണ് തേജസ് Mk2. F-16 താരതമ്യം ചെയ്യുമ്പോൾ യുദ്ധ പൈലറ്റിന് ടണൽ വിഷൻ നൽകുന്ന സ്പീഡായ 9G ടേണുകൾ, ഡിജിറ്റൽ ഫ്ലൈറ്റ് നിയന്ത്രണങ്ങൾ, നൂതന എയ്റോഡൈനാമിക്സ് എന്നിവ കൊണ്ട് തേജസ് Mk2 മികവുള്ളതാകുന്നു. ആധുനിക യുദ്ധവിമാനം സ്വന്തമായി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഒരു നാഴികക്കല്ലാണ് തേജസ് യുദ്ധ ജെറ്റുകൾ. എഞ്ചിൻ തകരാറ് മൂലം ധീര ജവാന്മാരുടെ പലരുടെയും ജീവനെടുത്ത പഴയകാല MiG-21 27 യുദ്ധവിമാനങ്ങളെ ഒഴിവാക്കിയാണ് ഇന്ത്യ തേജസിലേക്ക് ചുവടുവെച്ചത്. നിലവിൽ ഏകദേശം 31 തേജസ് വിമാനങ്ങൾ സേനയുടെ പക്കലുണ്ട്. മണിക്കൂറിൽ 13,050 കിലോമീറ്റർ താണ്ടാൻ ശേഷിയുള്ള തേജസ്, ഫ്രഞ്ച് മിറാഷ് 2000, സ്വീഡന്റെ ഗ്രിപ്പൺ തുടങ്ങിയവയുടെ കിടപിടിക്കുന്ന യുദ്ധവിമാനമാണ്. 8.5 ടൺ ഭാരമുള്ള തേജസിന് 3 ടൺ ആയുധങ്ങൾ വഹിക്കാൻ സാധിക്കും. വായുമേധ മിസൈലുകൾ, ലേസർ ബോംബുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്, ആകാശമധ്യേ ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷി തുടങ്ങിയവയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. നിലവിൽ ഇന്ത്യൻ സേനയിൽ 3 തേജസ് വിമാനങ്ങളാണുള്ളത്. മിസൈലുകൾ, ആധുനിക ഇലക്ട്രോണിക് യുദ്ധ ഉപകരണങ്ങൾ എന്നിവ വഹിക്കാനും വേണ്ട പോലെ ഉപയോഗിക്കാനും തേജസിന് ശേഷിയുണ്ട്. അതിർത്തികളിലും മറ്റിടങ്ങളിലും ഏറെ ഉപകാരപ്പെടുന്ന കൂടുതൽ ദൃശ്യപരിധിയുള്ള റഡാർ തേജസ് വിമാനത്തിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട്. പ്രതിരോധ ഗവേഷണ കേന്ദ്രമാണ് തേജസ് രൂപകൽപ്പന ചെയ്യുന്നത്.